നമ്മളിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മളൊരു സെയിൽ വീഡിയോ ചെയ്യുന്നത്. കാര്യം നമുക്ക് പ്ലാൻസ് അത്രയും ഒരു ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സെയിൽ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്ലാൻസിൽ കുറച്ചൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനാണ്. എല്ലാം ചെറിയ സൈസ് പ്ലാന്റ്സുകളാണ്. അതുകൊണ്ട് ഇതുണ്ട്, ഡ്രസീനിയയുടെ ഓറഞ്ചാണ്. ഈ ഡ്രസീനിയയുടെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. മദർ പ്ലാന്റ് ഇതാണ് ഡ്രസീനിയയുടെ മദർ പ്ലാന്റ്. നല്ല കളർ വരുന്ന ഓറഞ്ച്, ചോക്ലേറ്റ് ഓറഞ്ച് ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയാണ് ഇതിന്. അപ്പോൾ ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കലാത്തിയുടെയൊക്കെ പിന്നെ വെറൈറ്റി ഇത് ഉണ്ട്. ഇതിൻ്റെ മദർ പ്ലാന്റ് ഉണ്ട്. ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. മദർ പ്ലാന്റ് ഈ ഒരു സൈസ് വരുന്നതാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ലീവ്സാണ് ഈ ഒരു കളറിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമുക്കുണ്ട്. ഇതിപ്പോൾ 3 ഷൂട്ടുള്ള ഒരു പ്ലാന്റാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിന് വരുന്നത് 100+ CC ആണ് വരുന്നത്. 100 രൂപയാണ് വരുന്നത്, പ്ലസ് കൊറിയർ ചാർജും വരും. പിന്നെ നമുക്കൊരു ഫിലോഡെൻഡ്രോൺ സെയിലിനുണ്ട്. അതെ, നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഫിലോഡെൻഡ്രോൺ ആണ്. 3-4 ലീഫും ഒക്കെ ഉള്ളതാണ്. അതാണ്ട് ഈ ഒരു പ്ലാന്റിന് 80 റുപ്പീസാണ് വരുന്നത്. പോട്ട് നമ്മൾ അയക്കത്തില്ല. പോട്ട് അത്രയും വെയിറ്റ് വരുന്നതുകൊണ്ട് പോട്ട് വരത്തില്ല. പ്ലാന്റും മാത്രമേ നമ്മൾ അയച്ചു തരത്തുള്ളൂ, പ്ലസ് കൊറിയർ ചാർജ് വരും. അത് ഫിലോഡെൻഡ്രോൺ കുറച്ച് നമുക്ക് ഇരിപ്പുണ്ട്. അതാണ്ട് അതിൻ്റെ ഇച്ചിരി കൂടെ വലിയ പ്ലാന്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻ സൈസ്. ഞാൻ പ്ലാൻ സൈസ് കാണിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചെറുതായി പോയല്ലോ എന്നൊന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊരു ചെറിയ കലാത്തിയുടെ ഒരെണ്ണമാണ്. ഇത് 50 രൂപയേ ഉള്ളൂ. നല്ലൊരു വെറൈറ്റിയുടെയാണ്. അതിൻ്റെ ഒരു ചെറിയ തൈയാണുള്ളത്. പിന്നെ ഇതാണ്ട് ഇത് ഒരു ഡ്രസീനിയുടെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനും 50 റുപ്പീസാണ് വരുന്നത്. അതിൻ്റെ ഡ്രസീനിയുടെ ഇനിയും ഒരു സൈസ് ഇരിപ്പുണ്ട്. അതാണ്ട് ചെറുത്. ഇതിൻ്റെ വലിയ പ്ലാന്റും ഉണ്ട്. ഇതിന് 50 റുപ്പീസാണ് വരുന്നത്. ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. അതും 100 ആണ് വരുന്നത്. പിന്നെ വേണ്ടത് ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ഒരു വെറൈറ്റി പ്ലാന്റാണ്. ഇത് വരുന്നത് 125 ആണ്. 125 രൂപയാണ് ഇതിന് വില വരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് വേണ്ടുന്നവർ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് അയച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് പ്ലാന്റ്. ഈ സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കും നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളൂ. 2 പ്ലാന്റ് ടോട്ടലി ഉള്ളൂ. അതുകൊണ്ട് ഇതും റൂട്ടഡ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പിന്നെ നമുക്ക് ഈ ഫേൺ കുറച്ച് വെറൈറ്റീസ് ഇരിപ്പുണ്ട്. ഫേൺ നമുക്ക് കൊടുക്കുന്നത് 50 റുപ്പീസാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. പിന്നെ വരുന്നത് ഈ വെൽവെറ്റ് ചെടിയാണ്. വെൽവെറ്റിൻ്റെയും നമുക്ക് തൈ കുറേ ഇരിപ്പുണ്ട്. ആവശ്യക്കാർ മെസ്സേജ് ചെയ്താൽ മതി. അതാണ്ട് ഇത് വെൽവെറ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ക്രീപ്പറായിട്ടൊക്കെ വളർത്താം. അതേപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് ഇരിക്കുന്നത് സിൽവർ, ഇതിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല, സിൽവർ എന്ന് അറിയാം. അപ്പോൾ ഇതും ഇരിപ്പുണ്ട് നമുക്ക്. പിന്നെ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് വരുന്നത്. ഇതിലും അത്യാവശ്യം വലിയ പ്ലാന്റ്സും അല്പം കൂടെ വലുതായിട്ടുള്ളതും ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിന് വില വരുന്നത് 50 റുപ്പീസാണ്. പിന്നെ ഫിലോഡെൻഡ്രോണിൻ്റെ ഡാഫോഡിൽസോ അങ്ങനെയാണ്ടാണ് ഇതിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടൊരു പ്ലാന്റ് നമ്മുടെ ഇരിപ്പുണ്ട്. 1-2 കാണണം. വേണ്ടേ, നല്ല പ്ലാന്റാണ്. ഇത് 100 ആണ് വരുന്നത്. ഇത് 100 റുപ്പീസാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ പോട്ട് അയക്കത്തില്ല, പ്ലാന്റ് മാത്രമേ അയക്കത്തുള്ളൂ. പിന്നെ കൊറിയർ ചാർജും കൂടെ വരും. അപ്പോൾ എല്ലാത്തിനും നമ്മൾ കൊറിയർ ചാർജ് എല്ലാം കൂടെ ഒരുമിച്ച് കുറേ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഒറ്റ കൊറിയർ ചാർജേ വരൂ. അപ്പോൾ ഒരു പ്ലാന്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം 70 രൂപ DTDC കൊറിയർ വരും. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ 3-4 സ്റ്റെമ്മ് റൂട്ടഡ് ആയിട്ടുള്ള ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അത്യാവശ്യം വെയിൽ മതി, ഓവറായിട്ട് വെയിൽ വേണ്ടാത്തൊരു പ്ലാന്റാണ്. നല്ല കളർഫുള്ളായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ്. ആ ചെറിയ സൺലൈറ്റ് മതി, നല്ലൊരു പ്ലാന്റാണ്. ഈ സെയിം പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് 150 ആണ് വരുന്നത്. അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ് കേട്ടോ. ഒത്തിരി നാളായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്.
അപ്പോൾ ഇതിന് 150 ആണ് വരുന്നത്. അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ്, അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത്. പിന്നെ നമുക്കൊരു ഇതിരിപ്പുണ്ട്, സക്കുലൻ്റ് ആണ്. ഇതിന് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, എപ്പോഴും നമ്മൾ വാട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സക്കുലൻറ്റിൻ്റെ നമുക്ക് കുറേ സീഡ്ലിങ്സ് ഇരിപ്പുണ്ട്. ഇതിന് വരുന്നത് 50 രൂപയാണ് ഇതിൻ്റെ സീഡ്ലിങ്സ് വരുന്നത്. അതിൻ്റെ മദർ പ്ലാന്റ് വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ മദർ പ്ലാന്റ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ഭംഗിയാണ്, ബുഷായി കഴിഞ്ഞാൽ നല്ല ഒരു ഭംഗി വരുന്ന ഒരു പ്ലാന്റാണ്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ സീഡ്ലിംഗ് ആണ് നമ്മൾ 50 റുപ്പീസിന് നിങ്ങൾക്ക് തരുന്നത്. അത്യാവശ്യം ഒരു കിഴങ്ങോട് കൂടിയുള്ള ഒരു പ്ലാന്റാണ് നമ്മളിതിൻ്റെ തരുന്നത്. അപ്പോൾ ഇത് വേണ്ടുന്നവർ നമുക്ക് മെസ്സേജ് ചെയ്യുക. അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു ഡ്രസീനിയാണ്. ഡ്രസീനിയുടെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇരിപ്പുണ്ട്. നല്ലൊരു ഡ്രസീനിയാണ്. ആവശ്യത്തിന് സൺലൈറ്റ് മതി, ഓവറായിട്ട് സൺലൈറ്റ് കൊടുത്താൽ ഇത് ബേൺ ആയി പോവും. അതുകൊണ്ട് ആവശ്യത്തിന് ഒരു മീഡിയം സൺലൈറ്റിൽ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. പിന്നെ ദാണ്ട് ഈ ഒരു ഡിഫൻസ് ബാക്കിയാണ് അടുത്ത പ്ലാന്റ്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് നമുക്ക് 100 രൂപയാണ് വരുന്നത്. നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഒരു കളർ ഇറങ്ങി വരുന്ന വെറൈറ്റിയാണ്. കളർന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റ് നല്ലപോലെ കയറി വരും വലുതാവും തോറും. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഡിഫൻസ് ബാക്കിയുടെ പ്ലാന്റാണിത്. ഇതിന് 100 ആണ് വരുന്നത്. പിന്നെ നമുക്ക് കാറ്റ്സ്ക്ലോ സെയിലിന് ഇരിപ്പുണ്ട്. കാറ്റ്സ്ക്ലോയുടെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് വളരെ കുറവാണ്. ഈ സിംഗിൾ ആയിട്ടുള്ള ഈ പ്ലാന്റിന് നമ്മൾ വരുന്നത് 100 ആണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് വരുന്നത് 70 ആണ്. അപ്പം ഇതിൻ്റെ ചെറുതും വലുതും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബിഗ് പ്ലാന്റ് ഇതൊരെണ്ണേ ഉള്ളൂ. അപ്പോൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. ഇത് നമ്മൾ 100 ആണ് വരുന്നത്. ഈ ഒരു കാറ്റ്സ്ക്ലോയ്ക്ക് നല്ല റൂട്ടഡ് ആയിട്ടുള്ള വലിയൊരു പ്ലാന്റ് ആണ്. പിന്നെ നമുക്ക് അടുത്തായിട്ടിരിക്കുന്നത് ദാണ്ട് ഈ കലാത്തിയാണ്. കലാത്തിയുടെ 1-2 കുറച്ച് പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. ഈ കലാത്തിയുടെ റേറ്റ് വരുന്നത് 70 ആണ്. നല്ലൊരു വെറൈറ്റി കലാത്തിയാണിത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ദാണ്ടേ ഈ ഒരു പ്ലാന്റാണ്. നമ്മുടെ മണി പ്ലാന്റ് നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് റൂമിൻ്റെ അകത്തോ ചെറിയ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ വെക്കാം. റൂമിൻ്റെ അകത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു 1 വീക്കിൽ നമ്മൾ വെയിലത്ത്, ചെറിയ ലൈറ്റ് വെയിലത്ത് എടുത്ത് വെക്കണം. ഡയറക്റ്റ് വെയിലത്ത് വെക്കരുത്. ചെറിയൊരു സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചിട്ട് തിരിച്ച് വെച്ചാൽ മതി. അപ്പോൾ കിച്ചണിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. നല്ലൊരു പോട്ടിലോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഭംഗി കിട്ടുന്ന പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് കുറച്ച് വെറൈറ്റി ഇരിപ്പുണ്ട്. ഇത് ഗോൾഡൻ ഒരു കളറാണ് വരുന്നത്. ഒരു ഗോൾഡൻ കളർ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോ. കുറച്ച് ലെങ്തി ആയി പോയെന്ന് വിചാരിക്കുന്നു. ഇനിയും പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിന് ഇരിപ്പുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്ക് 1-2 പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. നമുക്ക് മീഡിയം സൺലൈറ്റ് വേണ്ടുന്നതാണ്. ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യുന്നവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നൊരു പ്ലാന്റാണിത്. നല്ല ബുഷിയായിട്ട് കട്ട് ചെയ്ത് ഷേപ്പിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്ക് അതാണ്ട് വിട്ടുപോയൊരു പ്ലാന്റാണ് സീബ്ര പ്ലാന്റ്. ഇത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ ഉഗ്രം പ്ലാന്റാണ്. ഇതൊരു റിച്ചായി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഏരിയയൊക്കെ നമുക്ക് നല്ല ഭംഗിയിലാക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ്. ഇതിന് വരുന്നത് നമുക്ക് 100 ആണ്. ഇതിൻ്റെ പ്ലാന്റ് റൂട്ടഡ് പ്ലാന്റ് ഇരിപ്പുണ്ട്, 100 ആണ്. പിന്നെ ദാണ്ട് ഈ ഗ്രീൻ പീസിൻ്റെ ഗ്രീൻ പീസ് അല്ല, അതിൻ്റെ തന്നെ ഒരു വെറൈറ്റി ഇതാണ് പീസ് ലില്ലിയുടെ. ഗ്രീൻ പീസ് അല്ല, പീസ് ലില്ലിയുടെ ഒരു വെറൈറ്റി വേരിഗേറ്റഡ് പ്ലാന്റാണിത്. പീസ് ലില്ലിയുടെ ഇനത്തിൽ വരുന്ന ഒരു വേരിഗേറ്റഡ് പ്ലാന്റ്. ഇതിന് ആന്തൂറിയം പോലെയാണ് അതിൻ്റെ ഫ്ലവറൊക്കെ വരുന്നത്. ഇങ്ങനെ ഇത് ഇച്ചിരി വൈറ്റ് ആവും, നല്ല വൈറ്റ് ആയിരിക്കും. പക്ഷേ ഇതിപ്പം കുറച്ച് ദിവസം ആയതുകൊണ്ടാണ് ഈ ഒരു കളറിൽ നിൽക്കുന്നത്. നല്ലൊരു പ്ലാന്റാണ് ഇത്. നമുക്ക് വിൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെയും നമുക്ക് 1-2 പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. ഇനി അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതേപോലെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അടുത്ത ഇനിയിപ്പോൾ നല്ല സെയിൽ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും.
അപ്പോൾ മാക്സിമം റേറ്റ് കുറച്ച് തന്നെയാണ് നമ്മൾ ഇടാൻ ശ്രമിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.